നാട്ടിൽ കയറിയ വൈറൽ, നാട്ടിലിറങ്ങിയ വൈറൽ, വെള്ളത്തിൽ ഇറങ്ങിയവർ എവിടെ നിന്ന് ഇറങ്ങിയാലും വൈറൽ. ഞാൻ മാത്രം വൈറലാണ്. വയറ്റിലോ? വയറ്റിലല്ല ആശാനെ, വൈറല്ലേ. അതെന്താ? ആശാൻ അറിയാമല്ലോ, എൻ്റെ ജീവിതം ദിശ തെറ്റിയൊരു പായ്ക്കപ്പൽ പോലാണ്. അതെപ്പോഴാണ് മനസ്സിലാക്കുന്നത്? അതുകൊണ്ട് ഞാനൊന്ന് വൈറലാകാൻ തീരുമാനിച്ചു. അതെങ്ങനെ? ഞാൻ തിരുവല്ലാമലയ്ക്ക് പോവുക. എന്തിനാ? അമ്പലത്തിൽ തൊഴാൻ? തൊഴാനൊന്നുമല്ല ആശാനെ, മലമുകളിലൊരു ട്രക്കിങ്. ചരക്ക് ലോറിയാ? ചരക്കൊക്കെ ബസ്സിലല്ലേ ആശാനെ, ഇത് ചരക്കും പാഴ്സലും ഒന്നുമല്ല. മലമുകളിൽ കയറി നടത്തുന്ന യാത്രയാണ് ഈ ട്രക്കിങ്. മലമുകളിൽ എന്താ സാഹസികം കയറുന്നതിന്? അതിലല്ലേ അതിൻ്റെ കൂട്ടനുസരിക്കുന്നത്. അതായത് ഞാനേ വേലയും കൂടിയില്ല മലമുകളിലേക്ക് ഒരു യാത്രയാണ്. വേലയും കൂലി ഇല്ലാത്തവരല്ലേ മലമുകളിൽ കയറുന്നത്? അതല്ല ആശാനെ, ഇപ്പൊ എന്നെ എത്ര പേർക്ക് അറിയാം? പുഷ്കരനെ അറിയാം, കുറച്ച് നാട്ടുകാർക്ക് അറിയാം, എനിക്കറിയാം, പിന്നെ ബസ്സുകാർക്ക് നിൽക്കുന്ന കുറച്ച് പെൺപിള്ളേർക്കും അല്ലേ അറിയാവുള്ളൂ. അത്രയല്ലേ ഉള്ളൂ? അത്രേ ഉള്ളൂ. ഇതങ്ങനല്ല. ഇത് ഞാൻ മലമുകളിലേക്ക് ഒരു യാത്രയും നടത്തും, അവിടെ അങ്ങ് തിരിച്ചു വരത്തില്ല. ഓ, അതെന്ത് പരിപാടി അത്? ഒരു ദിവസം കഴിഞ്ഞു, എന്നിട്ട് 2 ദിവസം കഴിഞ്ഞു, എന്നിട്ട് 3 ദിവസം കഴിഞ്ഞു. അയ്യോ, പട്ടിണിയുടെ ചത്തുപോകൂലേ? 4 ദിവസം കഴിഞ്ഞെന്ന് വിചാരിച്ചു. അപ്പം മണം വരും ചത്ത. സ്വാഭാവികമായിട്ടും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ അന്വേഷിക്കുന്നത്. ഇത് TV-യിൽ വരികയല്ലേ, എന്റെ ഫോട്ടോ ഇങ്ങനെ ചാനലെല്ലാം വരികയല്ലേ. നിര്യാതനായോ? നിര്യാതനൊന്നുമല്ല, കാണുവാനില്ല, മലമുകളിലാണ്, ട്രെക്കിങ്ങിന് പോയതാണ്, ജീവൻ അപകടത്തിലാണ്. എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, കാത്തിരിക്കും. ഐഡിയ കൊള്ളാം, തല്ല് മേടിക്കും. എന്നിട്ട് അവിടെ അല്ലേ വിഷയം. എന്താണാവോ? കേരളം ഒട്ടാകെ, തമിഴ്നാട്ടില്, പറ്റുമെങ്കിൽ ഇന്ത്യ മുഴുവൻ ഞാനങ്ങ് വൈറലാകും. പുഷ്കര, ആ പേപ്പറിങ് എടുത്തേ. എന്തിന്? നീ പേപ്പറിങ് എടുത്തേ. എന്തിനാണ്? ആ പേപ്പറിങ് തന്നെ. എന്താണ് ആശാന്റെ കാര്യം? ആ പേപ്പറിങ് തന്നെ നിനക്കൊരു സാധനം കാണിച്ചാൽ. ഇന്നത്തെ ആ, നീ ഇത് നോക്കിയോ? നീ ഇത് വല്ലതും കണ്ടോ? നീ വാർത്ത കണ്ടോ? ഒരു കൊച്ചു മലമുകളിൽ വെച്ച് മിസ്സായിട്ട് 4 ദിവസം കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. സർക്കാർ 40 ലക്ഷം രൂപയോളം ചിലവായെന്നാണ് ആ കുട്ടിയെ കണ്ടുപിടിക്കുന്നതിന്. നീ വൈറലാകാൻ വേണ്ടി ഈ ഉഡായിപ്പുമായിട്ട് കയറി ചെന്ന് ഇരുന്ന് കഴിഞ്ഞാലേ നാട്ടുകാരറിയും, പിന്നെ പോലീസുകാരറിയും. നാട്ടുകാരും പോലീസുകാരും കൂടി നിന്നെ ജയിലിലാക്കും. പിന്നെ നിൻ്റെ ജീവിതം കട്ടപ്പോയാവും. ഈ നഷ്ടം ആര് എങ്ങനെ കൊടുക്കും? നിൻ്റെ സ്വത്തോ കുടുംബ സ്വത്തോ വിറ്റ് കഴിഞ്ഞാൽ തീരുമോ? നീ ഇത് ആലോചിച്ച് കഴിഞ്ഞിട്ട് നിൻ്റെ കാര്യം തീരുമാനിക്കുക. വൈറലാകാൻ വേണ്ടി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത്. എന്തൊരു ദുരന്താണ് ഇവിടെ കാര്യം പറയുന്നത് മനസ്സിലാക്കണ്ടേ? പറഞ്ഞൊരു നെഗറ്റിവിറ്റി. ഇവിടെ ചായ പിടിക്കാൻ വരുന്നുണ്ടല്ലേ, ഞാൻ ഇവിടെ ചായ പിടിക്കാനേ വരുന്നില്ല. ഈ കളവൻ വേറെ പണി നോക്കാൻ പറ്റേ, വെറുതെ ചായക്കട വെച്ച് ആൾക്കാരെ നെഗറ്റീവ് ആക്കാൻ പറ്റും. ഈ ചെറുക്കന് വട്ടായെന്നാ തോന്നുന്നു അവൻ്റെ ഒരു വൈറൽ.